നമസ്കാരം. മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടെർബോ എന്ന ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയമായതോടുകൂടി തന്നെ മമ്മൂക്കയുടെ അടുത്ത സിനിമയുടെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം മമ്മൂക്കയുടെ അടുത്ത ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പ്രശസ്ത സംവിധായകനും നടനുമായ ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിലാണ് മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായി എത്താൻ പോകുന്നത്. നിലവിൽ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ഗെയിം ത്രില്ലർ ചിത്രമായ ബസൂക്കയിലും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു ഗൗതം വാസുദേവ മേനോൻ മമ്മൂക്ക ചിത്രത്തിൽ നായികയായി എത്താൻ പോകുന്നത് നയൻതാരയായിരിക്കും. അതോടൊപ്പം ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും ഹൈപ്പ് ഉണർത്തുന്ന മറ്റൊരു ഘടകമാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് മമ്മൂട്ടി കമ്പനി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ മലയാള സിനിമയിൽ ക്വാളിറ്റി സിനിമകൾ മാത്രം സമ്മാനിച്ച് ഹിറ്റുകൾ സമ്മാനിക്കുന്ന ഒരു നിർമ്മാണ കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി. ഈ ഒരു സിനിമയെക്കുറിച്ച് പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഒരേ സമയം മലയാളത്തിലും തമിഴിലുമായിരിക്കും ചിത്രീകരിക്കുക. DQ നായകനായി സൂപ്പർ ഹിറ്റ് ചിത്രമായ ABCDയിലെ തിരക്കഥാകൃത്തുക്കളാണ് ഈ ഒരു ചിത്രത്തിൽ തിരക്കഥ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ വരുന്ന ജൂൺ പകുതിയോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. നിലവിൽ മമ്മൂക്കയുടെ ഇതിനു മുമ്പ് ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന മഹേഷ് നാരായണൻ ചിത്രവും ജിതിൻ K ജോസ് ചിത്രവും മാറ്റിവെച്ചാണ് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ ഒരു ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ പുറത്തുവരുന്നതായിരിക്കും. മികച്ച സംവിധായകന്റെ കീഴിൽ മികച്ച നിർമ്മാണ കമ്പനിയുടെ ഭാഗമായി മമ്മൂക്കയും നയൻതാരയും എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് സിനിമാ പ്രേമികൾക്ക്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. മമ്മൂക്ക ഗൗതം വാസുദേവ മേനോൻ നയൻതാര ചിത്രത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇല്ലെന്നു കൂടി കമന്റ് ചെയ്യൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.